നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാനഡയുടെ സമ്പദ് വ്യവസ്ഥ മെയ് മാസത്തിൽ 0.2% വളർന്നുവെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഖനനം, ക്വാറി, എണ്ണ, വാതകം വേർതിരിച്ചെടുക്കൽ മേഖലകളിൽ 0.6% ഇടിവ് രേഖപ്പെടുത്തിയിട്ടും നിർമ്മാണ മേഖലയിലുണ്ടായ ഉണർവ് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകി. കാനഡ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ഭവന നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും വളർച്ചയുടെ നിദാനമാകുമെന്ന വിദഗ്ധ അഭിപ്രായത്തിന് അടിവരയിടുന്നതാണ് ഈ വളർച്ചയെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ തീവ്രവാദ ബന്ധമുള്ള അച്ഛനെയും മകനെയും അറസ്റ്റ് ചെയ്ത് RCMP. അഹമ്മദിനും മുസ്തഫ എൽദിദിക്കുമെതിരെ 6 തീവ്രവാദ കുറ്റങ്ങളാണ് ചുമത്തിയതെന്ന് RCMP. ഐസിസ് പോലുള്ള തീവ്രവാദ സംഘടനയുമായുള്ള അടുപ്പം നിരീക്ഷിച്ച ശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരുന്നതെന്നും ടൊറന്റോയിലെമ്പാടും ബോംബ് സ്ഫോടനം നടത്താനുള്ള പദ്ധതിയിലായിരുന്നു ഇരുവരുമെന്ന് പോലീസ് വെളിപ്പെടുത്തി. കാനഡയുടെ ആഭ്യന്തര സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഛിദ്രശക്തികളോട് സീറോ ടോളറൻസ് ആണ് തങ്ങളുടെ നയമെന്ന് RCMP അറിയിച്ചു. മാർക്കമിലെ വോണിൽ ജൂത ദേവാലയത്തിനു മുന്നിൽ ഫ്രീ ഗാസ എന്നെഴുതിയ ബോർഡുകൾ. അന്വേഷണം തുടങ്ങി യോർക്ക് പോലീസ്. സുരക്ഷാ ക്യാമറ ഫുട്ടേജിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹാലോവിൻ മാസ്ക് ധരിച്ചിരിക്കുന്ന ഇളം നീല നിറത്തിലുള്ള SUV-ലെത്തിയവരാണ് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് ഫ്രീ പലസ്തീൻ എന്നെഴുതിയതെന്ന് പോലീസ് വ്യക്തമാക്കി. മതസ്പർദ്ധ വളർത്തും വിധമുള്ള എല്ലാ വിധ്വംസക പ്രവൃത്തികൾക്കും പിടിക്കപ്പെട്ടാൽ തക്ക ശിക്ഷ ഉണ്ടാകുമെന്നും യോർക്ക് പോലീസ് വ്യക്തമാക്കി. എതിർ ടീമിന്റെ രഹസ്യങ്ങൾ അറിയാൻ ഡ്രോൺ പറത്തി വിവാദത്തിലായ കനേഡിയൻ വനിതാ ടീമിന് കായിക ഗവേണിംഗ് ബോഡിയായ ഫിഫ 6 പോയിന്റ് പെനാൽറ്റി ചുമത്തുകയും ഹെഡ് കോച്ച് ബെവ് പ്രീറ്റ്സ്മാൻ ഉൾപ്പെടെ 3 പരിശീലകരെ നാട്ടിലേക്ക് അയക്കുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പോയിന്റ് വെട്ടിക്കുറച്ച നടപടിക്കെതിരെ കാനഡ സമർപ്പിച്ച അപ്പീൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് തള്ളിക്കളഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതമനുഭവിക്കുന്നവരിൽ ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എൻ്റെ ഭാര്യ റെഡിയാണ് എന്നാണ് ഒരാൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇത് അയച്ച ആളിന്റെ പേരും വിവരങ്ങളും മായ്ച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ആരാണ് എന്താണ് എന്ന് അറിയില്ലെങ്കിലും ചേർത്ത് പിടിക്കലിന്റെ ഈ മാതൃകയ്ക്ക് നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയ നൽകുന്നത്. തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട പേരാണ് അവരുടേത്. അതുകൊണ്ട് പേര് മറയ്ക്കാതെ കാണിക്കുമെന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. ദുരന്തമുണ്ടായ വയനാട്ടിൽ ഒരു തവണ പോലും കേന്ദ്രം റെഡ് അലർട്ട് നൽകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടമുണ്ടായ ദിവസം പുലർച്ചെ മാത്രമാണ് റെഡ് അലർട്ട് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്രം നൽകിയിട്ടും സംസ്ഥാനം അത് പാലിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്നും കേന്ദ്രമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞത്. അമിത് ഷാ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഇത് പരസ്പരം പഴിച്ചാരേണ്ട സമയമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ജനറൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കറി ഹൗസ് മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഗോപിനാഥൻ പൊന്മനടിയിൽ രുദ്രാക്ഷ ജം എക്സ്പേർട്ട്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.